ഹായ് ഫ്രണ്ട്സ്, മൗണ്ടൻ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ഈറോഡിലുള്ള ഒരു കൂടുതുറൈ ത്രിവേണി സംഗമേശ്വർ ശിവക്ഷേത്രത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂടുതുറൈ എന്ന് വെച്ചാൽ ഈ റോഡിൽ സ്ഥിതി ചെയ്യുന്ന കൂടുതുറൈ ഭവാനി സംഗമേശ്വര ക്ഷേത്രത്തിലേക്കും അവിടെയുള്ള ഒരു ത്രിവേണി സംഗമവും കാണാനായിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. ഇവിടെ നല്ല ഭംഗിയുള്ള റോഡിന് ഇരുവശവും നല്ല ഭംഗികളാണ്. മലയും കാടും ഒക്കെ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നൊക്കെ. അപ്പോൾ നല്ല ഒരു യാത്രയായിരിക്കും. നിങ്ങൾക്ക് എല്ലാ പേരും സമയം കിട്ടിയാൽ യാത്രകളെല്ലാം ആഘോഷമായിട്ട് പോയി തിരിച്ചൊക്കെ വരണം. അപ്പോൾ നല്ല യാത്രകളായിരിക്കും. ഈ ത്രിവേണി സംഗമം എന്ന് പറയുന്ന 3 നദികളാണ് ഇവിടെ സംഗമിക്കുന്നത്. 3 നദി എന്ന് പറയുമ്പോൾ കാവേരിയും ഭവാനിയും സംഗമിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്ത് അന്തർലീനമായിട്ട് അമൃതവാഹിനി എന്നീ നദി അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുമാണ് സങ്കല്പം. അവിടെ ഒറ്റ ആരൂഢത്തിൽ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഈ ക്ഷേത്രം. ഈ ഒറ്റ ആരൂഢത്തിനകത്ത് തന്നെയാണ് ശിവനും വിഷ്ണുവും പ്രതിഷ്ഠകൾ ഇവിടെയുണ്ട്. ഇതാണ് ത്രിവേണി സംഗമം നമ്മൾ കാണുന്നത്. ഒരുപാട് ആളുകളെല്ലാം അവിടെ സ്നാനം ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കിതിൻ്റെ ഇവിടെ കുട്ടവഞ്ചിയിലുള്ള യാത്രാ സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു യാത്രയൊക്കെ ആവാം. ഇതിൻ്റെ കരയിൽ ഒരു ഗണപതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ കുളിച്ച് നമ്മൾ ഈറനോടുകൂടി ഈ ഗണപതിയെ വണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് അമ്പലത്തിൽ കയറാവൂ എന്നാണ് ഐതിഹ്യം. രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ അമാവാസി നാളിലാണ് ഇവിടെയുള്ള പൂജകളെല്ലാം നടക്കുന്നതും വിശേഷാൽ പൂജകൾ നടക്കുന്നതും. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ അമാവാസിക്ക് ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ വന്നിട്ട് ഇവിടെ പൂജകളെല്ലാം ചെയ്ത് പിതൃക്കൾക്കും ബാക്കിയുള്ള നമ്മുടെ ദോഷശാന്തികൾക്കായിട്ട് പൂജകൾ ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഇവിടെ 1802 വില്യം ഗാരോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കളക്ടറെ ഇവിടെയുള്ള അമ്പാൾ ജീവൻ രക്ഷിച്ചു എന്നും അതിന് നന്ദി സൂചകമായിട്ട് ആ കളക്ടർ ഇവിടത്തേക്ക് ഒരു ആനക്കൊമ്പിൽ പണി കഴിപ്പിച്ച തൽപ്പം കൊടുക്കുകയുണ്ടായി എന്നുമാണ് ഇവിടുത്തെ ചരിത്രം. അപ്പോഴിപ്പോഴും ഇവിടെയുള്ള ദേവി ആ ആനക്കൊമ്പിൽ തീർത്ത കട്ടിലിലാണ് നിദ്ര കൊള്ളുന്നത്. അവിടെ ഒരുപാട് നല്ല ഐതിഹ്യങ്ങളും കാഴ്ചയും എല്ലാം ഉള്ള ഒരു ക്ഷേത്രമാണിത്. ഇവിടെ നമുക്ക് എത്തിപ്പെടാനായിട്ട് സേലത്തിൽ നിന്ന് നമുക്കൊരു 56 കിലോമീറ്റർ ദൂരമുണ്ട്. സേലത്തിൽ നിന്ന് വരികയാണെങ്കിൽ നമുക്കൊരു 56 കിലോമീറ്റർ ദൂരവും നമുക്ക് ഈറോഡിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരവുമാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൽ എത്തിപ്പെടാനുള്ളത്. അപ്പോൾ എല്ലാ പേരും വരണം എന്ന് പറയുമ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടെ കുളിച്ച് ഈറനോടുകൂടി മാത്രമേ ഈ ക്ഷേത്രത്തിനകത്ത് കയറി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് പറയണത്. ദത്താത്രേയ മഹർഷിക്ക് ഇതിനകത്ത് പ്രത്യേകമായിട്ടൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ എല്ലാവരും വരുമല്ലോ, കണ്ടില്ലേ? എല്ലാവരും വരണം. ഇവിടെ നല്ലൊരു ആഘോഷമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഒരു പാലോക്കരി. ഇത് നമുക്ക് തിരിച്ച് പളനി വഴി പോകുന്നതാണ് ഏറ്റവും എളുപ്പം. ഇവിടെ എല്ലാവരും വരണം. ഈ സ്ഥലമെല്ലാം വന്ന് കണ്ട് തിരിച്ചു പോകണമെന്നാണ് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും പഴമയുണ്ട്. ഇലന്തൈ മരം ഒക്കെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത. ഇവിടെ അത് ഇലന്തക്കാടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വരണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാ പേർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.